അങ്ങനെ 3 മാസത്തിന് ശേഷം ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. എൻ്റെ മിക്ക വീഡിയോസിൻ്റെ ഇൻട്രോ ഇത് തന്നെയാണ്. കാരണം ഇന്ന് വീഡിയോ ഇട്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 2-3 മാസത്തേക്ക് എന്നെ തപ്പണ്ട. ഞാനിങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ മടി കാണിക്കുന്നേ ഉള്ളൂ. പക്ഷേ ക്രാഫ്റ്റ് സപ്ലൈസ് വാങ്ങിക്കാനും എടുത്തു വെക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം ബോക്സസ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഓർഗനൈസർ ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്തു വെച്ചതിൽ 3 ബോക്സ് എടുത്തിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ്. എന്തായാലും നിങ്ങൾക്ക് ഇത്ര കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു ഓർഗനൈസറാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ഓർഗനൈസർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് 3 ബോക്സസ് ആണ് വേണ്ടത്. ഒന്ന് ലാർജ്, പിന്നെ ഒന്ന് മീഡിയം, പിന്നെ ഒരു ഡ്രോയറിൻ്റെ ഷേപ്പുള്ള ഒരു സോപ്പ് പെട്ടി. ഇനി ആ 3 ബോക്സ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസും കൂടി വെക്കണം. കാരണം നമ്മൾ പെൻസൊക്കെ ഇടുന്ന സമയത്ത് ആ ഡ്രോയറിൽ തട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ഇനി ആ ഒരു ഡ്രോയറിനെ കുറച്ച് അലങ്കാരപ്പണികളും കൂടി ഉണ്ട്. അതായത് അതിനെ ഒന്ന് പുള്ളി ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പേപ്പർ റോള്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാർഡ്ബോർഡും കൂടി ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റത്തെ ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് ഓർഗനൈസർ ഭയങ്കര സിമ്പിളാണ്. അതായത് ആ 3ാമത്തെ ബോക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ രണ്ടും കൂടി തമ്മിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആഹാ എന്താ ഭംഗി. പക്ഷെ ഞാൻ കവർ ചെയ്തത് A4 പേപ്പർ വെച്ചായതുകൊണ്ട് അത്ര അങ്ങോട്ട് ഭംഗി വന്നില്ല. ഞാൻ ആദ്യം വാൾപേപ്പർ വെച്ച് ചെയ്യാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അത് ചെയ്താൽ കുളമാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. എന്തായാലും ഇത് അസലായി കുളമായിട്ടുണ്ട്. എന്തായാലും ഇഷ്ടമായ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ കയ്യിലെ കുറച്ച് പെൻസും പെൻസിൽസും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമായ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ എന്താ വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. ബൈ.